ിട്ട വീട് ആ വീടിന് അടിയിൽ ഇപ്പോഴും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴൊരു മൃതദേഹം അതിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അകത്തേക്ക് കയറി അത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതാണിപ്പോൾ നേരിടുന്ന വെല്ലുവിളി. കയറിട്ട് ആ തകര ഷീറ്റ് വലിച്ചു മാറ്റി അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് ഇന്ത്യൻ സൈന്യവും ഒപ്പം രക്ഷാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംഘവും. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വടം കൊണ്ടുവന്ന് വീടുകളുടെ മുകൾ ഭാഗം തകർന്നു കിടക്കുന്ന വീടുകളാണ്. പലതിലേക്കും കയറാൻ സാധിക്കില്ല. അപകടം പതിയിരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വടമിട്ട് ആ വടം വലിച്ച് പുറത്തേക്ക് ഇത് മാറ്റുക എന്നുള്ളതാണ്. ഇതിന്റെ മേൽക്കൂരയടക്കം മാറ്റുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഏക പോംവഴി. അതാണിപ്പോൾ സൈന്യവും രക്ഷാപ്രവർത്തകരും ഇവിടെ ചെയ്യുന്നത്. രാഹുൽ, ആ പ്രദേശത്ത് നിന്നും ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. രാഹുൽ, ഒരല്പം ഒന്ന് പുറകിലേക്ക് മാറി നിന്ന് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ ഈ രക്ഷാസംഘം ഈ ദൗത്യം നടത്തുന്ന രക്ഷാസംഘം ഈ ദൗത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ പ്രദേശങ്ങളുടെ മുണ്ടക്കൈ പ്രദേശത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഇനിയും ഒട്ടനേകം മൃതദേഹങ്ങൾ ഈ പ്രദേശത്തു നിന്നും കിട്ടാനുണ്ട്, ഈ ഭാഗത്തു നിന്നും കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിനെത്തിയവർ പറയുന്നത്. രാവിലെ 6 മണിയോടുകൂടി എത്തിയ ആളുകൾ ഉണ്ട് ഇവിടെ. അവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. സൈന്യമെത്തി അവരും തെരച്ചിൽ നടത്തുന്നു. ഒരു പ്രധാന പ്രതിസന്ധി നേരിടുന്നത് ഈ കോൺക്രീറ്റുകൾ അടിച്ചുടച്ച് അകത്തേക്കെത്തി ഈ ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് അറിയുന്നതിനുള്ള ജാക്ക് ഹാമറുകൾ പോലെയുള്ള സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് ഒഴിച്ചാൽ പിന്നെ ഇവർക്ക് കുടിവെള്ളത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളിതെല്ലാം പറയുന്നത് ഇത് കുറ്റമോ കുറവോ ആയിട്ടല്ല. ഏതെങ്കിലും തരത്തിൽ അത് ഇവിടേക്ക് എത്തിക്കാൻ ഈ ദൃശ്യങ്ങൾ കാണുന്നവർ, ഈ വാർത്ത കാണുന്നവർക്ക് അതിവിടേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് വലിയ ജാക്ക് ഹാമറുകൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് കോൺക്രീറ്റ് പൊളിക്കാൻ കഴിയുന്ന ജാക്ക് ഹാമറുകൾ എത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരാവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഈ കുടിവെള്ളവും ചെറിയ ലഘുഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമാണ്. രാവിലെ വന്നവരൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. കുടിവെള്ളം കിട്ടാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ അത്തരത്തിൽ കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ വേണം. രാഹുൽ ഒരു അല്പം കൂടി രാഹുൽ പുറകോട്ട് നീങ്ങി നിന്ന ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വിശദമായി കാണിച്ചു തരും. അതായത് രാവിലെ തുടങ്ങിയ രക്ഷാദൗത്യത്തിൽ ഒരു മൃതദേഹം വീണ്ടെടുത്തു. ഒരു വീട്ടിൽ ഇപ്പോഴും മൃതദേഹം കിടപ്പുണ്ട്. മറ്റൊരു വീട്ടിൽ മൃതദേഹം ഈ കോൺക്രീറ്റ് വീട്ടിൽ ഉള്ള മൃതദേഹങ്ങൾ 2 ഉണ്ട്. അത് എടുക്കാൻ കഴിയുന്നില്ല. മറ്റൊരു വീട്ടിൽ ഈ തകര ഷീറ്റിട്ട ഒരു വീടുണ്ട്. അവിടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് എടുക്കാൻ ശ്രമം തുടരുന്നുണ്ട്. അത് എടുക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര വലിയ പ്രതിസന്ധി ആ ഭാഗത്തില്ല എന്നുള്ളതാണ്. വടം കെട്ടി വലിച്ചു മാറ്റി ഇപ്പോൾ അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്ന അതേ ദൃശ്യങ്ങൾ കാണൂ. ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി ഈ മണ്ണിനടിയിൽ ജീവന്റെ അംശം എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി ജീവനോടെയോ അല്ലാതെയോ ഈ താഴെ ചൂരൽമലയിൽ ഒട്ടനവധി ആളുകൾ ഉറ്റവരെ കാത്തിരിപ്പുണ്ട്. അവർക്കൊരു മറുപടി വേണം. ജീവനോടെയുണ്ടോ അതോ അവർ മരണപ്പെട്ടോ തുടങ്ങിയ ആശങ്ക, ആകാംക്ഷ അവർക്കെല്ലാവർക്കുമുണ്ട്. അവർക്കുള്ള മറുപടി ഇന്നേ ദിവസം കിട്ടേണ്ടതുണ്ട്. അതിനുള്ള രക്ഷാപ്രവർത്തനമാണ് സൈന്യവും സൈന്യത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടക്കൈ ഈ പ്രദേശം, ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം, ഈ മേഖല ഇതായിരുന്നു ഈ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവിടെ നിന്നാണ് ഈ ജലം, ഇവിടുത്തെ ജീവനുകൾ, ഇവിടുത്തെ മനുഷ്യജീവനുകൾ ഒന്നോടി മാറാൻ പോലും കഴിയാത്ത വണ്ണം അവരെ ചുഴറ്റി എറിഞ്ഞ് കശക്കി എറിഞ്ഞാണ് ചൂരൽമലയിലേക്കും താഴെ വെള്ളരിമലയിലേക്കും ഒക്കെ പോയത്. അതാണ് ആ മേഖലയിലാണ് നമ്മൾ എത്തിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.